അറിയപ്പെടാതെ പോകുന്ന സത്യങ്ങളെന്ന ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു പുതുശ്ശേരി. ഇന്ന് പൊതുവെ ആളുകൾ പറയുന്ന ഓട്ടോറിക്ഷക്കാർ ആളുകളെ പറ്റിക്കുന്നെന്നാണ്. എല്ലാവരും അല്ല, പക്ഷേ ഓട്ടോറിക്ഷക്കാരെ പറ്റിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ ഒരു അനുഭവമാണ് ഞാനിന്നിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാന്യൻ എന്ന് തോന്നുന്ന ഒരാൾ നല്ലൊരു പാൻറ്റുമൊക്കെ ചെയ്ത് വന്നു. ആലുവയിൽ നിന്ന് വിളിച്ചാണ് ആ വണ്ടി, ഓട്ടോറിക്ഷ വിളിച്ചു. എനിക്ക് ഫോർട്ട് കൊച്ചി വരെ പോകണം, ഫോർട്ട് കൊച്ചി പോയിട്ട് തിരിച്ചെന്നെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഫോർട്ട് കൊച്ചി പോയി ഒരു സാധനം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവർ ഇയാളെയും കൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. ഈ പൊതിയ വണ്ടിയിൽ വെച്ചു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കെട്ടിടത്തിലേക്ക്, ഒരു ബാങ്കാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറിപ്പോയി. അതിൽ കുറേ നേരം നിന്നു. 1 മണിക്കൂർ നിന്നു, 2 മണിക്കൂർ നിന്നു. ആളെ കാണുന്നില്ല. പക്ഷേ ഇയാളുടെ ഈ പൊതി വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. താൻ ഒന്നും മേലാത്ത ഒരവസ്ഥയായി. അങ്ങനെ ഒരു 3-4 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ആ മറ്റൊരു ഓട്ടോറിക്ഷക്കാരുടെ ഇങ്ങനെ ഒരാൾ കയറിപ്പോയി, അയാളുടെ പൊതി ഇവിടെ വണ്ടിയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവരത് അഴിച്ചു നോക്കിയപ്പോൾ, ഈ പൊതി ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇഷ്ടിക, നമ്മൾ ചുടുകട്ട എന്ന് പറയില്ലേ, അതാണ്. ഒരു ചുടുകട്ട വിദഗ്ധമായിട്ട് നല്ലപോലെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇയാൾ യാത്ര പോയി. ആലുവയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ വന്നത് വെറുതെ അവിടെ 2-3 മണിക്കൂർ ചിലവഴിച്ചതും ആയി. ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അന്നത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ ബുദ്ധിമുട്ടുന്നത്? 10-25 രൂപ എടുത്താൽ നിങ്ങൾക്ക് ബസ്സിന് ഫോർട്ട് കൊച്ചി വരത്തില്ലേ? ആലുവയിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സില്ലേ? എന്തിന് ഇങ്ങനെ ഒരു വാടകയ്ക്കോ, അല്ലെങ്കിൽ ഒരുപക്ഷെ വാടകയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടായിരിക്കാം, എങ്കിലും ഒരാളുടെ അന്നത്തെ ഒരു ദിവസത്തെ പണിക്കാശ് പോയില്ലേ? അത്രയും പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അവന് ഓടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവന് മാനസികമായിട്ട് അവൻ തകർന്നു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മാന്യന്മാരോട് പറയുന്നത്, ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നതാണ്. ഇങ്ങനെ പറ്റിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ അനുഭവം ഞാൻ പറയാം. ഞാൻ വാടകയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത്. വാടക കാശ് എല്ലാ ദിവസവും ഓണർക്ക് കൊടുക്കണം. അപ്പോൾ ഒരാൾ രാവിലെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങി. ഈ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, എനിക്ക് കുറേ കമ്പനികളിൽ കയറാനുണ്ട്. അപ്പോൾ മീറ്ററിൽ കാണുന്ന കാശ് പോയി തിരിച്ച് തന്നെ ഈ എറണാകുളത്ത് കൊണ്ട് വിടണം. മീറ്ററിൽ എന്ന കാശും പിന്നെ മണിക്കൂറിന് ഞാനൊരു 50 രൂപ വെച്ച് വെയിറ്റിംഗ് ചാർജും തന്നേക്കാം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറയുക ഇത്. അപ്പോൾ കുറേ കമ്പനിയുടെ പറഞ്ഞു, FSCT, IAC, പിന്നെ വേറെ കുറേ കമ്പനികളൊക്കെ പറഞ്ഞു. ഇവിടെ എല്ലാം ഒന്ന് പോകണം, എല്ലായിടത്തും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് താമസം വരും, കുഴപ്പമില്ല, നല്ലൊരു പൈസ തന്നേക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു തുകയും പറഞ്ഞു. ഇവർ പുറപ്പെട്ടു. അങ്ങനെ ഈ വണ്ടി ഇടയിലൊരു 1-2 ഫയലും ഒക്കെ ഉണ്ട്. ഏലൂർ FSCT ഫെഡോയുടെ വാതിക്കൽ, FSCTക്ക് പല പ്ലാന്റുകളുണ്ട്, അതിൽ ഫെഡോയുടെ വാതിക്കൽ ഈ ഡ്രൈവർ വന്നു. ഈ ഫെഡോയ്ക്ക് ഒരു വണ്ടി ഇറങ്ങിപ്പോകാനായിട്ട് ഒറ്റ വാതിലേ ഉള്ളൂ, ഒറ്റ ഗേറ്റേ ഉള്ളൂ. അവിടെ സെക്യൂരിറ്റി CSFകാരുണ്ട്. അപ്പോൾ അകത്തേക്ക് ഓട്ടോറിക്ഷ വിട്ടില്ല. ഓട്ടോറിക്ഷ ഈ ഗേറ്റിന് പുറത്ത് കിടന്നു. ഈ ആൾ, ഞാൻ മാക്സിമം ഒരു 15 മിനിറ്റുള്ളിൽ വന്നേക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. 15 മിനിറ്റായി.
അരമണിക്കൂറായി, 1 മണിക്കൂറായി. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കൊന്നും മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റുകയില്ല. കാരണം ഇയാൾ എപ്പോഴും ഇറങ്ങി വരുന്ന അറിയാൻ പറ്റില്ലല്ലോ. ഉച്ചയായി. അപ്പം സെക്യൂരിറ്റിക്കാർ മാറി വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ വേറെ വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇതിലെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, വേറെ ഗേറ്റൊന്നും ഇല്ലെന്നും പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ചില കാറുകൾ വരുന്നുണ്ട്, കമ്പനിയോട് ബന്ധത്തിൽ ആ കാറുകൾ ഇറങ്ങിയും പോകുന്നുണ്ട്. എന്തായാലും ഈ മനുഷ്യൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ ഇപ്പുറത്തെ ജംഗ്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴായിരിക്കും ഈ യാത്രക്കാരൻ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ആ മനുഷ്യൻ മൂത്രമൊഴിക്കാൻ പോകാതെ ഭക്ഷണം കഴിക്കാതെ വൈകിട്ട് 5:30 വരെ ഫെഡോയുടെ 5 മണി വരെ മറ്റാണ് ഫെഡോയുടെ ടൈം. ഏതായാലും ആ ടൈം വരെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൊണ്ട് നിന്നെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് അടച്ചു, CSFകാരാണ് ഗേറ്റ് അടച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഇതിനകത്ത് ആരുമില്ല എന്ന് പറഞ്ഞു. ഈ ഡ്രൈവറുടെ ഒരു മാനസികാവസ്ഥ, ഈ വിളിച്ചുകൊണ്ട് പോയ ആൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കയറിപ്പോകുന്നത് കണ്ടതാണ്. അയാൾ ഏതോ സാറന്മാരുടെ കാറയിൽ അയാൾ പോയി. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതിനകത്തേക്ക് കയറി പോകുന്നത് ഇറങ്ങി വരുന്നത് എല്ലാ കാറുമൊന്നും പരിശോധിക്കാൻ പറ്റില്ലല്ലോ. അയാളകത്ത് കയറി വന്ന ഏതോ പരിചയക്കാരൻ്റെ കാറിൽ അയാൾ പുറത്തേക്ക് പോയി. ഈ ഓട്ടോറിക്ഷക്കാരൻ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആ ഫെഡോയുടെ വാതിൽക്കൽ കിടക്കേണ്ടി വന്നു. 10 പൈസ കിട്ടിയില്ല. വാടക കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഡീസലടിച്ച് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഫെഡോ വരെ വന്നതാണ്. വളരെ ക്രൂരമായ ഇതിൻ്റെ ക്രൂരതയെന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇവനൊക്കെ പാൻറ്റും ഷൂ ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് വല്ല ഭാഗ്യമൊക്കെ ആയിട്ട് വലിയ സാറന്മാർ കളിച്ചിട്ട് ഈ ജീവിക്കാൻ വേണ്ടി ഈ മുച്ചക്കറ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഓട്ടോറിക്ഷക്കാരെ എന്തിനു പറ്റിക്കുന്നു? ഇവർക്കൊക്കെ വേറെ എന്തെങ്കിലും, വേറെ ആരെങ്കിലും പറ്റിക്കേ, അല്ല വേറെ എന്തെങ്കിലും തൊഴിലെടുത്തുകൂടെ? ഇവൻ്റെ ഡീസൽ കാശെങ്കിലും കൊടുത്തുകൂടെ? അല്ലെങ്കിൽ താമസമുണ്ട് സുഹൃത്തെ, എനിക്ക് താമസമുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ ഇവൻ അതുവരെ ഓടി കാശും കൊടുത്ത് ഇവനെ വിട്ടാൽ അവൻ വേറെ ഓടില്ലേ? ഇതൊന്നും നമ്മുടെ സമൂഹമൊന്നും അറിയുന്നില്ല. ആളുകൾ 5 രൂപ കൂടുതൽ മേടിച്ചെന്നും പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരെ പരാതി പറയുമ്പോൾ ഇതുപോലെ നമ്മളൊന്നും അറിയാതെ പോകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് വീഡിയോ പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്ന് ഇങ്ങനത്തെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഡീസൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഡീസൽ ഇല്ലെങ്കിൽ അയാളെ കൊണ്ട് ഫുൾ ടാങ്ക് ഡീസൽ അയാളെ കൊണ്ട് അടിപ്പിക്കണം, കാശ് അഡ്വാൻസ് മേടിക്കണം, അല്ലെങ്കിൽ അഡ്വാൻസ് പൈസ വാങ്ങിച്ചിരിക്കണം. ഇതുമല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഇളകത്തേക്ക് കയറി പോകുമ്പം അയാളുടെ ഫോൺ നമ്പർ അയാളുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലേക്കൊരു മിസ് കോൾ അടിക്കണം. നമ്മൾ അയാളുടെ ഫോൺ നമ്പർ മേടിച്ച് വെച്ചാൽ പോരാ, അയാളുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് വിളിപ്പിക്കണം. അത് പിന്നീടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അയാളുടെ ഫോൺ നമ്പർ എഴുതി മേടിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ പറയും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ കേട്ടു. അയാൾ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊരു തെളിവാണ്. അങ്ങനെ വരുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളെ കളിപ്പിച്ചു പോകാറില്ല. ഇതുപോലെ 100 കണക്കിന് ഡ്രൈവർമാർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യണം. ഇനിയെങ്കിലും അബദ്ധം പറ്റാതെ നോക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ആണ് ഞാൻ ഇടുന്നത്. എല്ലാ ആളുകൾക്കും ഇതൊരു കോമഡി പരിപാടികളൊന്നും അല്ല. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അപേക്ഷിക്കുന്നു.